കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കെ.ബി. ഗണേഷ് കുമാർ എന്ന പേര് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഒരു മികച്ച ഭരണാധികാരി, മികച്ച പ്രസംഗകൻ, സിനിമാ നടൻ എന്ന നിലകളിലെല്ലാം അദ്ദേഹം കയ്യടി നേടുമ്പോഴും അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം പലപ്പോഴും രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രഭവ കേന്ദ്രമായി മാറാറുണ്ട്. ഇപ്പോൾ വീണ്ടും തന്റെ സ്വകാര്യ ജീവിതത്തിലെ പാളിച്ചകൾ മൂലം അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ അത് കേവലം ഒരു കുടുംബ പ്രശ്നമായി ഒതുങ്ങുന്നില്ല. മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ധാർമ്മികതയും സ്ത്രീപക്ഷ നിലപാടുകളെയും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ഈ വിവാദം വളർന്നിരിക്കുകയാണ്. മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരള സമൂഹത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. വീട്ടിൽ വെച്ച് മന്ത്രിയെ കണ്ട സാഹചര്യം മോശമായിരുന്നുവെന്നും ഇതിന് തെളിവായി ഫോട്ടോകൾ തന്റെ പക്കൽ ഉണ്ടെന്നും അവർ അവകാശപ്പെടുന്നു. ഒരു മന്ത്രി കേവലം ഒരു വ്യക്തിയല്ല, മറിച്ച് 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭരണഘടനാ പദവി അലങ്കരിക്കുന്നയാളാണ്. ആ പദവിയോട് കാണിക്കേണ്ട മിനിമം മര്യാദ ഗണേഷ് കുമാറിൽ നിന്ന് ഉണ്ടായില്ല എന്നതാണ് ബിന്ദു മേനോന്റെ പ്രധാന ആരോപണം. മുൻ DGP ശ്രീലേഖ തന്റെ ബന്ധുവാണെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ പോലീസ് സഹായം തേടിയതെന്നും ബിന്ദു വെളിപ്പെടുത്തിയത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നീതി ലഭിച്ചില്ല എന്ന പരാതിയും അവർ ഉന്നയിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ തടഞ്ഞുവെന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുവെന്നും അവർ പറയുന്നു. ഇത് അധികാര ദുർവിനിയോഗത്തിന്റെ മറ്റൊരു മുഖമാണ് വെളിപ്പെടുത്തുന്നത്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഇത്തരം വിവാദങ്ങൾ പുത്തരിയല്ല. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മന്ത്രിയായിരിക്കെ സമാനമായ ഒരു വിവാദം ഉടലെടുക്കുകയും അത് മന്ത്രിസഭയെ തന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന സാഹചര്യവും ഒരു സ്ത്രീ വിഷയം തന്നെയായിരുന്നു. ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത്. ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. 2001 ആരാണ് ഗണേഷ് കുമാർ എന്നറിയില്ല, വെറും സിനിമാ നടൻ ബാലകൃഷ്ണപിള്ള സാറിന്റെ മോഹനാണെന്ന് മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തനാപുരത്ത് എന്റെ മത്സരിക്കുമ്പോൾ എന്നെപ്പറ്റി പറയാത്ത അസഭ്യമില്ല. അന്ന് എൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെപ്പറ്റി 25 പേജുള്ളൊരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്തതാണ്. ക്രൈം വാരിക ലക്ഷക്കണക്കിന് അടിച്ച് ഈ നാട് മുഴുവൻ ഞാൻ 10,000 വോട്ടാണ് ജയിച്ചത്. വലിയ നേതാവായിരുന്ന രാജീവ് ഗാന്ധി മരിച്ച ചിതാഭസ്മവുമായി പ്രചരണം നടത്തിയപ്പോൾ 1800 വോട്ടിന് കൊടിക്കുന്ന് സുരേഷ് ലീഡ് ചെയ്ത ആര്യങ്കാവ് പഞ്ചായത്തിൽ 8 വോട്ടിന് എനിക്ക് ലീഡുണ്ടായിരുന്നു. അത് 1500 വോട്ട് കൊടിക്കുന്ന് സുരേഷിന് പുറകിലായിരുന്നു. അദ്ദേഹം ചിതാഭസ്മമായി വന്നപ്പോൾ LDFന് മുൻതൂക്കമല്ല ആര്യങ്കാവ് പഞ്ചായത്തിൽ അദ്ദേഹം 1800 വോട്ടിന് പുറകിലായിരുന്നു. പക്ഷേ ഞാൻ മത്സരിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥിയായി എനിക്ക് 8 വോട്ട് കൂടുതൽ കിട്ടിയതാണ്. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഇത് രാഷ്ട്രീയമല്ല, ഇത് കേരള ജനതയുടെ ഒരു ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്, അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു, വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി ആ അമ്മ കമലാ സുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയം. തന്റെ സ്വഭാവ രീതികളിൽ മാറ്റം വരുത്താൻ അദ്ദേഹം തയ്യാറല്ല എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം. അവൾക്കൊപ്പം സ്ത്രീപക്ഷ സർക്കാർ എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ സ്വന്തം മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇത്തരം ആരോപണങ്ങളിൽ പെടുമ്പോൾ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും നിർണായകമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ സ്വീകരിച്ച കടുത്ത നടപടികൾ ചൂണ്ടിക്കാട്ടുന്നവർ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ സർക്കാർ പുലർത്തുന്ന മൗനത്തെ ചോദ്യം ചെയ്യുന്നു. സ്വന്തം പാളയത്തിലുള്ളവർക്കൊരു നീതിയും പ്രതിപക്ഷത്തിന് മറ്റൊരു നീതിയും എന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ല. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവാദം പ്രതിപക്ഷം വലിയ ആയുധമാക്കും. പ്രത്യേകിച്ചും കുടുംബ വോട്ടുകളെ സ്വാധീനിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത് CPM-നും ഇടത് മുന്നണിക്കും ദോഷം ചെയ്യും. ഗണേഷ് കുമാറിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇടത് മുന്നണിയിലെ മറ്റു ചില നേതാക്കളുടെ ചരിത്രവും ചർച്ചയാകുന്നുണ്ട്. ഫോൺ കെണി വിവാദത്തിൽപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന NCP നേതാവ് AK ശശീന്ദ്രന് വീണ്ടും മന്ത്രിസ്ഥാനം നൽകിയത് വലിയ തെറ്റായിരുന്നു എന്ന വാദം ശക്തമാണ്. അടുത്തിടെ ഒരു വനിതാ പോസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട വിവാദത്തിലും അദ്ദേഹത്തിന്റെ പേര് കേട്ടിരുന്നു. പാലക്കാട്ടെ വനിതാ നേതാവിന്റെ പരാതിയിൽ നടപടി നേരിട്ട PK ശശിയെ പൂർണ്ണമായും തഴയുന്നതിന് പകരം സംരക്ഷിക്കാനാണ് പാർട്ടി ശ്രമിച്ചതെന്ന ആക്ഷേപവുമുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി P ശശിയെ നിയമിച്ചതും സമാനമായ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പഴയകാലത്തെ സദാചാര വിരുദ്ധ ആരോപണങ്ങൾ നേരിട്ട ഒരാളെ ഇത്രയും പ്രധാനപ്പെട്ട പദവിയിൽ ഇരുത്തിയത് പാർട്ടിയുടെ അടിത്തറയെ തന്നെ ബാധിച്ചെന്ന് വിമർശകർ പറഞ്ഞു. നിയമപരമായി നോക്കിയാൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ ക്രിമിനൽ നടപടികൾ
നടപടിയെടുക്കാൻ പോലീസിന് ബുദ്ധിമുട്ടാണ്. എന്നാൽ ബിന്ദു മേനോൻ ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയാൽ അത് ഗണേഷ് കുമാറിന് വലിയ തിരിച്ചടിയാകും. പോലീസിനെ തടഞ്ഞതും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതും അന്വേഷണ വിധേയമാക്കാം. നിയമത്തെക്കാൾ ഉപരിയായി ഒരു ജനപ്രതിനിധിയുടെ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയാൽ അത് ഇടതു മുന്നണിയിൽ വലിയ കലഹങ്ങൾക്ക് കാരണമായേക്കാം. എന്നാൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് വോട്ടർമാർക്കിടയിൽ സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കും. ഗണേഷ് കുമാർ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ നടപടി വന്നാൽ അദ്ദേഹം പാർട്ടിയിലെ മുന്നണിയിലെ മറ്റു പലരുടെയും രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന ഭീഷണിയും അന്തരീക്ഷത്തിലുണ്ട്. KB ഗണേഷ് കുമാർ ഒരു നല്ല മന്ത്രിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ട്രാൻസ്പോർട്ട് വകുപ്പിൽ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ശ്രദ്ധേയമാണ്. എന്നാൽ ഒരു നല്ല ഭരണാധികാരി എന്നതിനൊപ്പം ഒരു നല്ല വ്യക്തിയാവുക എന്നത് ജനപ്രതിനിധികൾക്ക് അനിവാര്യമാണ്. സ്വകാര്യ ജീവിതത്തിലെ പാളിച്ചകൾ പൊതുജീവിതത്തെ ബാധിക്കുമ്പോൾ അവർ വഹിക്കുന്ന പദവിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ജനാധിപത്യ മര്യാദ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. നീതി എല്ലാവർക്കും ഒരുപോലെയാണോ അതോ അധികാരത്തിലുള്ളവർക്ക് പ്രത്യേക പരിഗണന ഉണ്ടോ എന്നതും ഈ കേസിലെ നടപടികളിലൂടെ വ്യക്തമാകും. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന കുടുംബപരമായ ആരോപണങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയായി മാറാൻ സാധ്യതയുണ്ട്. പ്രധാനമായും നിരവധി രീതിയിലായിരിക്കും ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക. സ്ത്രീപക്ഷ സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ഇടതുപക്ഷത്തിന് സ്വന്തം മന്ത്രിസഭയിലെ ഒരംഗത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വലിയ തിരിച്ചടിയാണ്. സ്ത്രീ വോട്ടർമാർക്കിടയിൽ സർക്കാരിനുള്ള വിശ്വസ്തതയെ ഇത് ദോഷകരമായി ബാധിക്കും. അവൾക്കൊപ്പം എന്ന നിലപാട് പ്രസംഗങ്ങളിൽ മാത്രമാണോ എന്ന ചോദ്യം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കും. UDFും BJPയും ഈ വിഷയം പ്രചരണ ആയുധമാക്കുമെന്നത് ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സർക്കാർ നടപടികളെ ഗണേഷ് കുമാർ വിഷയവുമായി താരതമ്യം ചെയ്തത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അവർ ജനങ്ങൾക്കിടയിൽ എത്തിക്കും. ഇത് നിഷ്പക്ഷ വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാം. ഭരണനേട്ടങ്ങൾക്കപ്പുറം ജനപ്രതിനിധികളുടെ സ്വഭാവ ശുദ്ധിയും വോട്ടർമാർ പരിഗണിക്കാറുണ്ട്. AK ശശീന്ദ്രൻ, PK ശശി തുടങ്ങിയവർക്കെതിരെ മുൻപുണ്ടായ ആരോപണങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കപ്പെടുമ്പോൾ ഇത് ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരത്തിനും കാരണമായേക്കാം. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം വിവാദങ്ങൾ ഒരു നിമിത്തമാകും. തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്ന LDF സ്ഥാനാർത്ഥികൾക്ക് മറുപടി പറയാൻ പ്രയാസമുള്ള ഒരു വിഷയമായി ഇത് മാറും. വികസന ചർച്ചയാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഗണേഷ് കുമാർ വിഷയം ഉയർത്തി പ്രതിപക്ഷം അവരെ പ്രതിരോധത്തിലാക്കും. ചുരുക്കത്തിൽ വ്യക്തിപരമായ ഒരു കുടുംബ പ്രശ്നം എന്നതിലുപരി ഒരു സർക്കാരിന്റെ ധാർമ്മികത അളക്കുന്ന ഒരു അളവുകോലായി ഈ വിവാദം മാറുകയും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തേക്കാം.